സ്റ്റീഫൻ ഹോക്കിങ് പറയുന്നത് സർവ്വജീവജാലങ്ങളെയും സംബന്ധിക്കുന്ന സർവ്വജീവജാലങ്ങളെയും കാരുണ്യപൂർവ്വമായി തഴുകി നിൽക്കുന്ന ഒരു ഏക തത്വത്തിൻ്റെ കണ്ടുപിടുത്തം ആവശ്യമുണ്ട് ഇന്നത്തെ ലോകത്തിലെ ഭീഷണികൾ ദൂരീകരിക്കുന്നതിൽ. കാരണം പ്രപഞ്ചത്തെ സംബന്ധിച്ച്, മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച്, പ്രകൃതിയെ സംബന്ധിച്ച് കാര്യമായി ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഭരണാധികാരികൾ. അവർക്കാകെ അറിയാവുന്നത് അവരുടേതായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുകൊണ്ട് അവരുടെ ശത്രുക്കളെ ഒതുക്കുന്ന തന്ത്രം മാത്രമേ, കുടിലതന്ത്രം മാത്രമേ അവർക്കറിയൂ. ഈ തനി സാധാരണമായ ഒരു മനസ്സുമായിട്ട്, പ്രപഞ്ചത്തിൻ്റെ ഗതി എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു മനസ്സുമായിട്ട് വലിയ ധനശേഷിയുള്ള രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് ഒരാൾ വന്നിരിക്കുകയാണ് ഭരണാധികാരിയായിട്ട്, ഭരണകർത്താവായിട്ട്. അവൻ്റെ ഒരു മാനസിക വിഭ്രാന്തിയിൽ എന്ത് ചെയ്യാൻ അവന് തോന്നിയാൽ അതോടുകൂടി ഈ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ഇല്ലാതെയായിപ്പോകും. അതുകൊണ്ട് ജീവജാലങ്ങളെ എല്ലാത്തിനെയും കൂടി ബാധിക്കുന്ന ഒരു ഏക തത്വത്തിൻ്റെ ആവിഷ്കാരമാണ് ആധുനിക ലോകത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് അഭികാമ്യം എന്ന് അദ്ദേഹം പറയുകയും അതിന് അദ്ദേഹം ഒരു പേരിടുകയും ചെയ്തു, എ തിയറി ഓഫ് എവരിത്തിങ്. ഈ തിയറി ഓഫ് എവരിത്തിങ് നമ്മുടെ ബ്രഹ്മസിദ്ധാന്തത്തിന് സമാനമാണ് എന്ന് പറയാം, അതിന് സമാന്തരമാണ് എന്നെങ്കിലും പറയാം. കാരണം ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്ന് സന്യാസിമാർ വെറുതെ ഒരു ഹൈപ്പോത്തീസിസ് സങ്കല്പിക്കുകയില്ല. അവരുടെ ധ്യാനത്തിൽ, അവരുടെ മനനത്തിൽ, അവരുടെ സംയമത്തിൻ്റെ സർവബോധാവസ്ഥയിൽ അവർ കണ്ടിരിക്കുന്നു എന്ന് അവർ നമ്മളോട് പറയുന്നു. ഞങ്ങൾ പറഞ്ഞ മാർഗം ഉപയോഗിച്ച് നിങ്ങളും അത് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കും അത് തന്നെ കാണാം. അതിൽ നിന്നാണ് കലകൾ ഉൾപ്പെടെയുള്ള, രാഷ്ട്രീയ ധർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള, ഈ പ്രപഞ്ചം ഉൾപ്പെടെയുള്ള, നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ലോകത്തിലെ വസ്തുജാലങ്ങളും ആവിർഭവിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനോട് പ്രവണമായി നിന്നുകൊണ്ടുള്ള ഒരു ലോകഗതിയാണ് മനുഷ്യർക്കും ഈ ഭൂമിക്കും ഒക്കെ ആവശ്യം എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സർവാധാരമായ ഒരു അഖണ്ഡ ചൈതന്യത്തിന്മേൽ ചിന്തകൾ കെട്ടിപ്പടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സർവാധാരമായ ഒരു തത്വം യൂറോപ്പിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാതിരുന്നത് കൊണ്ട് അവരുടെ തത്വചിന്തകൾ പല ദിശകളിലേക്കും മാറിപ്പോയിട്ടുണ്ട്. വേദാന്ത ദർശനം എന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ ദ്വൈത ദർശനം എന്നേ പറയുള്ളൂ. വ്യക്തികളുടെ പേരിൽ ഫിലോസഫി അറിയപ്പെടുന്നില്ല ഭാരതത്തിൽ. അതിനുള്ള കാരണം ഇതാണ്. ഇത് പ്ലേറ്റോസ് ഫിലോസഫിയാണ്, അരിസ്റ്റോട്ടൽസ് ഫിലോസഫിയാണ്, ഷോപ്പൻഹൗവേഴ്സ് ഫിലോസഫിയാണ്, ഹെഗൽസ് ഫിലോസഫിയാണ്, കാൻസ് ഫിലോസഫിയാണ്, ഹ്യൂംസ് ഫിലോസഫിയാണ്, ഹോബ്സ് ഫിലോസഫിയാണ്. ഇങ്ങനെ വ്യക്തികളുടെ പേരിലാണ് അവിടെ ഫിലോസഫി അറിയുന്നത്. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇത് വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഈ ബ്രഹ്മം എന്ന ഏകവസ്തുവിനെ, ഈ ബ്രഹ്മം എന്ന സകല ജഗതാധാരമായ വസ്തുവിനെ, ഈ ബ്രഹ്മം എന്ന മൗലിക ബോധത്തെ, ചൈതന്യ കേന്ദ്രത്തെ എല്ലാവരും അംഗീകരിക്കുന്നു. അതിന് ഈശ്വരവിശ്വാസം ആവശ്യമില്ല. ഈശ്വരനും ബ്രഹ്മവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈശ്വരൻ്റെ സവികാര അവസ്ഥയാണ്, അല്ല ബ്രഹ്മത്തിൻ്റെ സവികാര അവസ്ഥയാണ് ഈശ്വരൻ എന്ന് പിൽക്കാലത്ത് വീണ്ടും അതിനൊരു ഉപശാഖാ ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിലും ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നതിനും ബ്രഹ്മത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനും കർമ്മ സമഗ്രത രൂപീകരിച്ചെടുക്കുന്നതിനും ഒരാൾക്ക് ഈശ്വര വിശ്വാസിയാവേണ്ട ആവശ്യമില്ല. പിന്നെ ഈശ്വര വിശ്വാസം എന്നുള്ള വാക്ക് തന്നെ സെമറ്റിക് മതങ്ങളിൽ നിന്ന് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രവാഹത്തോടുകൂടി വന്ന ഒരു വാക്കാണ് ഈശ്വരവിശ്വാസം. ഈശ്വരവിശ്വാസി എന്നൊരു പ്രയോഗം വേദത്തിൽ കാണില്ല, ആരണ്യകങ്ങൾ കാണില്ല, കാണില്ലെന്നല്ല, ഇല്ല, ബ്രാഹ്മണങ്ങളിലില്ല, വ്യാസൻ പ്രയോഗിച്ചിട്ടില്ല, വാൽമീകി പ്രയോഗിച്ചിട്ടില്ല, കാളിദാസൻ പ്രയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പാശ്ചാത്യരുമായുള്ള സമ്പർക്കം, പാശ്ചാത്യരുടെ സമ്പർക്കമല്ലല്ലോ ഉണ്ടായത്. നമ്മൾ പാശ്ചാത്യരുടെ അടിമകളായി നല്ല സൗഖ്യപൂർവ്വം കിടന്നു കൊടുക്കുകയാണ് ഉണ്ടായത്.